सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 7वीं कक्षा की एक कविता पढ़ेगी। कविता का नाम है मेरा जीवन। और मेरा जीवन कविता का कवयित्री है सुभद्रा कुमारी चौहान। सुभद्रा कुमारी चौहान आधुनिक हिंदी साहित्य के एक प्रसिद्ध कवयित्री है। आइए दोस्तों, इस कविता का आशय ग्रहण करेंगे। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലുള്ള ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് മേരാ ജീവൻ. കവയിത്രി സുഭദ്ര കുമാരി ചൗഹാൻ. സുഭദ്ര കുമാരി ചൗഹാൻ ആധുനിക ഹിന്ദി സാഹിത്യത്തിൽ ഒരു പ്രസിദ്ധ കവയിത്രിയാണ്. അവരുടെ കവിതയായ മേരാ ജീവൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരി കൂട്ടുകാരെ, നമുക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലാക്കാം. എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടാൽ മാത്രമേ കവിതയുടെ ആശയം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം. कविता का नाम है मेरा जीवन. कवयित्री सुभद्रा कुमारी चौहान. मैंने हंसना सीखा है, मैं नहीं जानती रोना. बरसा करता पल पल पर मेरे जीवन में सोना. मैं अब तक जान न पाई कैसी होती है पीड़ा. हंस हंस जीवन में कैसे करती है चिंता क्रीड़ा. उत्साह उमंग निरंतर रहते मेरे जीवन में. उल्लास विजय दा हंसता मेरे मत वाले मन में. सुख भरे सुनहरे बादल रहते हैं मुझको घेरे. विश्वास प्रेम साहस है जीवन के साथी मेरे. देखो दोस्तों, मैंने हंसना सीखा है. मैंने हंसना सीखा है എന്ന് വെച്ചാൽ ഞാൻ ചിരിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. मैंने हंसना, हंसना എന്ന് പറഞ്ഞാൽ ചിരിക്കുക, सीखना എന്ന് പറഞ്ഞാൽ പഠിക്കുക. मैंने हंसना सीखा है. कवयित्री कहती है मैंने हंसना सीखा है. ഞാൻ ചിരിക്കാനാണ് പഠിച്ചിരിക്കുന്നത്. मैं नहीं जानती रोना. मैं नहीं जानती, नहीं जानती അറിഞ്ഞുകൂടാ. जानती എന്ന് പറഞ്ഞാൽ അറിയാം. नहीं जानती അറിഞ്ഞുകൂടാ. मैं नहीं जानती रोना, എനിക്ക് കരയാൻ അറിഞ്ഞുകൂടാ. रोना കരയുക. അപ്പോൾ കവയിത്രി പറഞ്ഞത് എന്താണ്? मैंने हंसना सीखा है, ഞാൻ ചിരിക്കാനാണ് പഠിച്ചിരിക്കുന്നത്. मैं नहीं जानती रोना, എനിക്ക് കരയാൻ അറിഞ്ഞുകൂടാ. बरसा करता पल पल पर मेरे जीवन में सोना. बरसा करता, ബർസന വർഷിക്കുക, പെയ്യുക എന്നാണ് അർത്ഥം. ബർസന. ബർസ കർത്ത പൽ പൽ പർ. പൽ പൽ നിമിഷം, ഓരോ നിമിഷവും, അതാണ് പൽ പൽ. പൽ പൽ നിമിഷം. മേരെ ജീവനുമേയും സോന. സോന സ്വർണം. മേരെ ജീവനുമേയും, എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും സ്വർണം വർഷിക്കുകയാണ്. അതായത് സന്തോഷത്തിൻ്റെ സ്വർണം വർഷിക്കുന്ന കാര്യമാണ് കവയിത്രി പറയുന്നത്. ഒന്നും കൂടെ നമുക്ക് ആ 4 ലൈൻ നോക്കാം. मैंने हंसना सीखा है, मैं नहीं जानती रोना. എനിക്ക് ചിരിക്കാനാണ്, ഞാൻ ചിരിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. मैं नहीं जानती रोना, എനിക്ക് കരയാൻ അറിഞ്ഞുകൂടാ. बरसा करता पल पल पर मेरे जीवन में सोना, എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും സ്വർണം വർഷിക്കുകയാണ് എന്ന് കവയിത്രി പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ 4 വരികളിൽ കവയിത്രി അവരുടെ ജീവിതത്തിനെ പറ്റിയാണ് പറയുന്നത്. ആ ജീവിതത്തിൽ അവർ ചിരിക്കാനാണ് പഠിച്ചിട്ടുള്ളത്, കരയാൻ അറിഞ്ഞുകൂടാ. ഓരോ നിമിഷവും അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സ്വർണം വർഷിക്കുകയാണ്. मैंने हंसना सीखा है, मैं नहीं जानती रोना. बरसा करता पल पल पर मेरे जीवन में सोना. അടുത്ത വരികൾ ശ്രദ്ധിക്കുക. मैं अब तक जान न पाई कैसी होती है पीड़ा. मैं अब तक जान न पाई, എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. അബത്തക്ക് ഇതുവരെ. ജാനന പായി അറിഞ്ഞുകൂടാ. കൈസി ഹോത്തി ഹെ പീഡ. കൈസി ഹോത്തി ഹെ എങ്ങനെയാണ്
പീഡ എന്ന് പറഞ്ഞാൽ ദുഃഖമുണ്ടാകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം കവയിത്രിയുടെ ജീവിതത്തിൽ യാതൊരുവിധ ദുഃഖവും, അപ്പോൾ കവയിത്രി പറയുകയാണ് അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ ദുഃഖവും ഉണ്ടായിട്ടില്ല. അഥവാ ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെന്താണ് അതെല്ലാം ചിരിച്ചുകൊണ്ട് അതെല്ലാം തരണം ചെയ്തു. അതാണ് കവയിത്രി ഈ കവിതയിൽ കൂടെ നമുക്ക് നൽകുന്ന മെസ്സേജ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രതിസന്ധി ഉണ്ടായിരുന്നാലും നമ്മൾ അതെല്ലാം ചിരിച്ചുകൊണ്ട് മുന്നേറുക, എല്ലാത്തിനെയും തരണം ചെയ്യുക. നോക്കൂ, മെയ് അബ് തക് ജാൻ ന പായി കൈസി ഹോത്തി ഹേ പീഡ. എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ദുഃഖമുണ്ടാകുന്നതെന്ന്. ഹസ് ഹസ് ജീവനുമേയും കൈസേ കർത്തി ഹേ ചിന്ത ക്രീഡ. ഹസ് ഹസ് ജീവനുമേയും, അതായത് ചിരിച്ച് ചിരിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ കൈസേ കർത്തി ഹേ ചിന്ത ക്രീഡ, എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ജീവിതത്തിൽ ചിന്തകൾ, ക്രീഡ കളി എന്നാണ് അർത്ഥം. അതായത് ഇങ്ങനെ ചിരിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ചിന്തകൾ വിളയാടുന്നത്, കളിക്കുന്നത് എന്ന് കവയിത്രി ചോദിക്കുകയാണ്. മെയ് അബ് തക് ജാൻ ന പായി കൈസി ഹോത്തി ഹേ പീഡ. മെയ് അബ് തക് ജാൻ ന പായി, എനിക്ക് ഇതുവരെയും അറിഞ്ഞുകൂടാ, കൈസി ഹോത്തി ഹേ പീഡ, എങ്ങനെയാണ് ഈ പീഡ ദുഃഖമുണ്ടാകുന്നത്. ഹസ് ഹസ് ജീവനുമേയും കൈസേ കർത്തി ഹേ ചിന്ത ക്രീഡ, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൽ എങ്ങനെയാണ് ചിന്ത കേളി നടത്തുന്നത്, കളി നടത്തുന്നത് എന്നാണ് കവയിത്രി പറയുന്നത്. അടുത്ത വരിയിലോട്ട് നോക്കൂ. ഉത്സാഹ് ഉമംഗ് നിരന്തര രഹത്തെ മേരെ ജീവനുമേയും. ഉത്സാഹ് ഉമംഗ് നിരന്തര രഹത്തെ മേരെ ജീവനുമേയും, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉന്മേഷമാണ്, ഒരു ഉണർവാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഉന്മേഷവും ഉണർവും നിറഞ്ഞതാണ്. അത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്ന് കവയിത്രി പറയുകയാണ്. ഉല്ലാസ് വിജയിദാ ഹസ്ത മേരെ മത്തുവാലെ മന്മയും. ഉല്ലാസ് സന്തോഷം, വിജയത്തിൻ്റെ സന്തോഷമാണ്, അതാണ് എൻ്റെ ചിരി. ഹസ്ത മേരെ മത്തുവാലെ മന്മയും. അപ്പം വിജയത്തിൻ്റെ ചിരി, ഉല്ലാസം, സന്തോഷത്തിൻ്റെ ചിരി എൻ്റെ ജീവിതത്തിനെ മത്തു പിടിപ്പിക്കുന്നു. മത്തുവാലെ എന്ന് പറഞ്ഞാൽ മത്തു പിടിപ്പിക്കുക. മത്തുവാലെ മത്തു പിടിപ്പിക്കുന്നു, എൻ്റെ മനസ്സിനെ മത്തു പിടിപ്പിക്കുന്നു. ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഉത്സാഹ ഉമംഗ് നിരന്തര രഹത്തെ മേരെ ജീവനുമേയും, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉന്മേഷവും ഉണർവും നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ. ഉല്ലാസ് വിജയിദാ ഹസ്ത മേരെ മത്തുവാലെ മന്മയും. അപ്പോൾ ഈ ഉല്ലാസം, വിജയത്തിൻ്റെ സന്തോഷം എൻ്റെ ജീവിതത്തിനെ എപ്പോഴും ചിരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു, എൻ്റെ മനസ്സിനെ അത് മത്തു പിടിപ്പിക്കുന്നു എന്ന് കവയിത്രി പറയുകയാണ്. സുഖ് ഭരേ സുനുഹലെ ബാദൽ. സുഖ് ഭരേ സുഖം നിറഞ്ഞ, സുനുഹലെ സുവർണ നിറത്തിലുള്ള, ബാദൽ മേഘം, സുഖം, സുഖ് ഭരേ സുഖം നിറഞ്ഞ, സുനുഹലെ സുവർണ നിറമുള്ള, എന്താണ് ബാദൽ മേഘം. രഹത്തെ ഹേ മുജ്കോ ഘേരെ. അപ്പം ആ മേഘം, സുഖത്തിൻ്റെ സുവർണ നിറമുള്ള മേഘം എൻ്റെ ചുറ്റും, ഘേർന എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെടുക എന്നാണ്, എൻ്റെ ചുറ്റും ചുറ്റപ്പെട്ടിരിക്കുന്നു. വിശ്വാസ് പ്രേമ സാഹസ് ഹേ ജീവൻ കെ സാത്തി മേരെ. പിന്നെ കവയിത്രി പറയാണ്, കവയിത്രിയുടെ ജീവിതത്തിലെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ, സാത്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെന്നാണ്. വിശ്വാസ് വിശ്വാസവും പ്രേമവും സ്നേഹവും, പിന്നെ സാഹസവുമാണ് ജീവൻ കെ സാത്തി മേരെ, എൻ്റെ ജീവിതത്തിലെ കൂട്ടുകാർ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ ദുഃഖവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ദുഃഖമുണ്ടായാൽ ഞാനത് എന്ത് ചെയ്യും? ചിരിച്ച മനസ്സോടുകൂടി ഞാനതിനെ തരണം ചെയ്യുമെന്ന് കവയിത്രി പറയുകയാണ്. ഒന്നും കൂടെ ആ വരികൾ നോക്കാം. സുഖ് ഭരേ സുനുഹലെ ബാദൽ രഹത്തെ ഹേ മുജ്കോ ഘേരെ. സുഖ് ഭരേ സുനുഹലെ ബാദൽ, സുഖം നിറഞ്ഞ സുവർണ നിറമുള്ള മേഘം. രഹത്തെ ഹേ മുജ്കോ ഘേരെ, എൻ്റെ ചുറ്റും അത് എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു, അല്ലെങ്കിൽ വലയം ചെയ്തിരിക്കുന്നു. വിശ്വാസ് പ്രേമ സാഹസ് ഹേ ജീവൻ കെ സാത്തി മേരെ. വിശ്വാസവും സ്നേഹവും അല്ലെങ്കിൽ പ്രേമവും സാഹസവും ആണ് എൻ്റെ ജീവിതത്തിലെ കൂട്ടുകാർ, കൂട്ടുകാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ കൂടെ കവയിത്രി നൽകുന്ന മെസ്സേജ് ഇതാണ്: ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും നമ്മൾ ചിരിച്ച മനസ്സോടുകൂടി തരണം ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതെയാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്.
ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ദുഃഖം വരുമ്പോഴും പലരും ഇന്ന് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ആത്മഹത്യ. അപ്പം അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം, ആത്മഹത്യ ഒന്നിനും ഒരു പ്രതിവിധിയല്ല. നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായെന്നാലും അത് ചിരിച്ച മനസ്സോടുകൂടി നമ്മൾ തരണം ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് കവിയത്രി ഈ കവിതയിൽ നിന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ്. അപ്പം സഭി ദോസ്തോംകോ കവിത കാ ആശയം മിലാ ഹോഗ. എല്ലാ കൂട്ടുകാർക്കും ഈ കവിതയുടെ ആശയം മനസ്സിലായി കാണും. അപ്പോൾ ഈ കവിതയിൽ നിന്ന് ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആസ്വാദന ടിപ്പണിയാണ്. ആസ്വാദന ടിപ്പണി എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കവിത മേരാ ജീവൻ, എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ കവിതയുടെ ആശയം മനസ്സിലായെങ്കിൽ അത് എന്താണ്, ഇനിയും ഈ കവിതയുടെ ആശയം മനസ്സിലാകാത്ത കൂട്ടുകാർ നിങ്ങളുടെ ക്ലാസ്സിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ കവിത എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.